ഡിസൈഡഡ് ബൈ ചോയ്സ്. ഈ റീല് കാണണോ, ആ വീഡിയോ കാണണോ, നെറ്റ്ഫ്ലിക്സ് കാണണോ, ആമസോൺ കാണണോ, ഈ ഇപ്പം ഫോർവേഡ് കിട്ടിയ വീഡിയോ കാണണോ, ഇതാർക്ക് ഫോർവേഡ് ചെയ്യണം? നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് ഇല്ല. ഹൈ സ്പീഡ് ലൈഫായി. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് മിഡ് ലൈഫ് സ്ത്രീകളെയാണ്. ആൻഡ് ഓൾസോ ടീനേജേഴ്സ് ആൻഡ് ചിൽഡ്രൻ. അത് ടോട്ടലി ഡിഫറെൻറ്റ് ഏരിയ ആണ്. അത് വേറൊരു മേഖല തന്നെയാണ്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നു. സോ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ അമ്മയോ അമ്മൂമ്മമാരോ ജീവിച്ച കാലഘട്ടത്തിലല്ല. ഈവൻ എൻ്റെ അമ്മ ആ ജനറേഷൻ പോലും സഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ സഫറിങ് കണ്ടിട്ടാണ് ഈ ടോപ്പിക്കിൽ അപ്പം മുതൽ ടീനേജ് മുതൽ വളരെ കോൺഷ്യസ് ആയത്. അത് കാരണമാണ് വൺ ഓഫ് ദ റീസൺസ് വൈ ഐ സ്റ്റഡീഡ് സൈക്കോളജി. ഞാൻ ഇന്നെൻ്റെ ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ സൈക്കോളജി പഠിച്ചവർ. എൻ്റെ പ്രചോദനം അതായിരുന്നു. ബിക്കോസ് ഞാൻ ഓൾറെഡി സിനിമയിലേക്ക് വന്നിരുന്നു 16 വയസ്സുള്ളപ്പോൾ. പിന്നെയും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും സൈക്കോളജിയിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള അലട്ടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് ഐ റിയലൈസ് ഇറ്റ് ക്യാൻ ഗിവ് യു എ ബാക്ക്ഗ്രൗണ്ട്. ഇറ്റ് കനോട്ട് ഗിവ് യു ദി ആൻസേഴ്സ്. ഇറ്റ് ഗിവ്സ് യു ദ ടൂൾസ് ഫ്രം വിച്ച് ടു ഫൈൻഡ് ദി ആൻസേഴ്സ്. മൾട്ടി ടാസ്കിങ് വിമൻ വന്നതുകൊണ്ടാണ് എന്നാണോ? സ്ത്രീകളിപ്പം ബാലൻസ് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ